കേട്ടറിഞ്ഞ പഴങ്കഥകളിലൂടെയും വാമൊഴികളിലൂടെയും മലയാളി മനസ്സുകളിൽ സ്ഥിരം പ്രതിഷ്ഠ നേടിയ കള്ളിയങ്കാട്ട് നീലി എന്ന വിശ്വസൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായ നീലി എന്ന രക്തദാഹിയായ യക്ഷി, മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വിശ്വസൗന്ദര്യവും അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചു എന്നാണ് പഴമൊഴി. സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറു പിളർന്ന് രക്തം ഊറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയായി കഥകളിലൂടെ മലയാളി മനസ്സുകളിൽ നീലി ഇന്നും ജീവിക്കുന്നുണ്ട്. ആരായിരുന്നു നീലി? കഥയും ചരിത്രവും ഇഴചേർന്നു പറഞ്ഞു പഴകിയതാണ് നീലിയുടെ കഥ. പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ നാഗർകോവിലിനു സമീപം പഴകഞ്ഞൂർ എന്ന പ്രദേശത്ത് കാർവേണി ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു. അവൾക്ക് അല്ലി എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്ന ആളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നമ്പി പണം മോഹിച്ചു മാത്രമായിരുന്നു അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകൻ്റെ ഈ ദുർനടപ്പിനെക്കുറിച്ച് അറിയാനിടയായ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതുകണ്ട അല്ലി തൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി. അമ്മയായ കാർവേണി അല്ലിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അമ്മയുടെ വാക്ക് ചെവികൊണ്ടില്ല. അവൾ ഭർത്താവിനെ അത്രമേൽ വിശ്വസിച്ചിരുന്നു. അവിടെ നിന്നും യാത്ര തുടർന്ന അവർ കള്ളിയങ്കാട് എന്ന വനപ്രദേശത്തെത്തി. ഇരുവരും യാത്ര നിർത്തി അല്പനേരം വിശ്രമിക്കാനിരുന്നു. നടന്നു ക്ഷീണിതയായ അല്ലി തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി. മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന അല്ലിയുടെ കഴുത്തിലും കാതിലും കയ്യിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ട നമ്പിയുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ പുറത്തുചാടി. സ്വന്തം ഭാര്യയാണെന്ന് പോലും അയാൾ മറന്നു.